Good morning. Good morning, ma'am. Morning. ഇന്നലെ എടുത്തത് ഭാഗങ്ങൾ വായിച്ചു നോക്കിയോ? നോക്കിയാ? ഇന്നലെ എന്തായിരുന്നു എടുത്തത് നമ്മള്? സ്റ്റേജസ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ് അല്ലെ? ഏതായിരുന്നു ഫസ്റ്റ് പോയിന്റ് അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റേജ് എന്തായിരുന്നു? പ്രിപ്പയറിംഗ് ഫോർ ഓഡിറ്റ്. അതുപോലെ എന്താണ്? സെലക്ടിങ് ക്രൈറ്റീരിയ, measuring performance, making improvements and sustaining improvements, and last one is re-audit. എന്താണ് നമ്മൾ ഒന്നുകൂടി പറയാം ട്ടോ. എന്തായിരുന്നു ഫസ്റ്റ് സ്റ്റേജില്? പ്രിപ്പയറിംഗ് ഫോർ ഓഡിറ്റ് അല്ലെ? ഫസ്റ്റ് എന്തായിരുന്നു? ഒരു ടോപ്പിക് സെലക്ട് ചെയ്തു, അതിന് മുൻഗണന നൽകി, അതിനുശേഷം പർപ്പസ് എന്താണ്, നമ്മൾ ഓഡിറ്റ് കൊടുക്കേണ്ട അല്ലെങ്കിൽ ഓഡിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള പർപ്പസ് എന്താണെന്ന് എഴുതി വെച്ചു. അതിനുശേഷം ഓഡിറ്റ് പ്ലാനിങ് നടത്തി, യൂസേഴ്സിനോട്, പേഷ്യൻസിനോടോ അല്ലെങ്കിൽ അവിടുത്തെ ആളുകളോടൊക്കെ സംസാരിച്ച് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തു. ഇത്രയും കാര്യങ്ങളാണ് പ്രിപ്പയറിംഗ് ഫോർ ഓഡിറ്റിൽ വരുന്നത്. ക്ലിയർ അല്ലേ ഇത്രയും കാര്യങ്ങള്? ഇനി നെക്സ്റ്റ് പറഞ്ഞത് എന്തായിരുന്നു? സ്റ്റേജ് 2 അല്ലെ? സെലക്ഷൻ ഓഫ് ക്രൈറ്റീരിയ. ഫസ്റ്റ് എന്താണ്? നമ്മൾ ഡിഫൈൻ ക്രൈറ്റീരിയ അല്ലെ? എന്താണ് മാനദണ്ഡം എന്നുള്ളത് നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചു. എന്താണ് പറഞ്ഞത്? നമ്മളിപ്പോ ഓഡിറ്റിന് വേണ്ടിയിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്ന വിഷയം എന്താണ് എന്നുള്ളത് അല്ലെ? ചിലപ്പോ എന്താണ്? ഡോക്ടേഴ്സ്മാരുടെ ട്രീറ്റ്മെന്റിനെ കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ എന്താണ്? പേഷ്യന്റ് കെയറിനെ കുറിച്ചായിരിക്കാം. അപ്പൊ എന്താണ് അവിടെ മാനദണ്ഡം എന്നുള്ളത് നമ്മൾ അവിടെ ഡിഫൈൻ ചെയ്തു. അതിനുശേഷം നമുക്ക് എന്താണ്? സോഴ്സസ് അല്ലെ? അതിനെ പറ്റിയ സോഴ്സസുകൾ കളക്ട് ചെയ്യണം. എവിടെ നിന്നാണ് കളക്ട് ചെയ്യുന്നത്? എവിടെ നിന്നാണ് കളക്ട് ചെയ്യാം നമ്മള്? എവിഡൻസ് എങ്ങനെ കളക്ട് ചെയ്യാം? രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? എന്തായിരുന്നു? പേഷ്യൻസ് റെക്കോർഡും പേഷ്യൻസ് രജിസ്റ്ററും. ഓക്കെ. ഇനി എന്താണ്? ഇനി ആ കളക്ട് ചെയ്ത എവിഡൻസുകൾ നമ്മൾ എന്ത് നടത്തണം? ഇവാലുവേഷൻ നടത്തണം അല്ലെ? ഓക്കെ. അപ്പൊ അതാണ് അപ്രൈസിംഗ് ദ എവിഡൻസ്. മൂന്ന് കാര്യങ്ങളൊക്കെയാണോ? ഓക്കെ. ഇനി തേർഡ് പോയിന്റ് അല്ലെങ്കിൽ തേർഡ് സ്റ്റേജ് നോക്കിയേ. മെഷറിംഗ് ലെവൽ ഓഫ് പെർഫോമൻസ്. മെഷറിംഗ് ലെവൽ ഓഫ് പെർഫോമൻസ്. ഓക്കെ. ലെവൽ ഓഫ് പെർഫോമൻസ് നമ്മൾ അളക്കുക എന്നാണ് തേർഡ് സ്റ്റേജ് പറയുന്നത്. എങ്ങനെയെല്ലാം അളക്കാം? ആദ്യം നമ്മൾ എന്ത് ചെയ്തു? പ്ലാനിങ് ദ ഡാറ്റ കളക്ഷൻ. ആദ്യം നമ്മള് ഡാറ്റകൾ കളക്ട് ചെയ്തു, അത് ഹാൻഡിലിംഗ് ദ ഡാറ്റ, ഹാൻഡിൽ ചെയ്തു, കൈകാര്യം ചെയ്തു. ആദ്യം ഡാറ്റ കളക്ഷൻ പ്ലാൻ ചെയ്തു. എവിടെ നിന്നെല്ലാം ഡാറ്റകൾ ശേഖരിക്കണം, ആ ഡാറ്റകൾ ശേഖരിച്ചിട്ട് അത് ഹാൻഡിൽ ചെയ്തു. ഉള്ള കാര്യങ്ങൾ എന്താണ്? കിട്ടിയ കാര്യങ്ങളൊക്കെ പരിശോധിച്ചു, അത് ഹാൻഡിൽ ചെയ്തു. മെത്തേഡ്സ് ഓഫ് കളക്ഷൻ. എങ്ങനെയെല്ലാം നമ്മൾ ഏതൊക്കെ മെത്തേഡിലൂടെ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് അത് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. എങ്ങനെയെല്ലാം നമ്മൾ എന്താണ് മെഷറിംഗ് ലെവൽ ഓഫ് പെർഫോമൻസ് ആണ്. മൂന്ന് കാര്യങ്ങളാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. ആദ്യം നമ്മുടെ ഡാറ്റ കളക്ഷന് വേണ്ടിയിട്ട് അത് പ്ലാൻ ചെയ്യാം. എങ്ങനെയെല്ലാം നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യണം, അതുപോലെ ഏതൊക്കെ മെത്തേഡ്സിലൂടെ ഡാറ്റ കളക്ട് ചെയ്യണം, അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം. മൂന്ന് രീതിയിലാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ. ക്ലിയർ ആണോ? ഓക്കെ ആണ്. ഈ മൂന്ന് ഡയഗ്രാംസും കാണാപ്പാഠം പഠിച്ചു വെക്കണം കേട്ടോ. ഏതൊക്കെയാണ് മെഷറിംഗ് ലെവൽ ഓഫ് പെർഫോമൻസിൽ അതൊക്കെ വരും, അതുപോലെ സെലക്ഷൻ ഓഫ് ക്രൈറ്റീരിയാസിൽ എന്തൊക്കെ വരും എന്നുള്ളത് ഒന്ന് ഓർത്ത് വെക്കാം. ഇമ്പോർട്ടന്റ് ആണ്. ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട് മിസ്. ഓക്കെ. പ്രിപ്പറേഷൻ ഓഫ് ഓഡിറ്റ്. അതിനാദ്യം 5 കാര്യങ്ങൾ ഓർത്ത് വെക്കാം. ഫസ്റ്റ് സെലക്ഷൻ ഓഫ് ടോപ്പിക് ആണ്, പ്രയോറിറ്റീസ്, ഡിഫൈൻ ദ പർപ്പസ്, അതുപോലെ തന്നെ പ്ലാനിങ് ഓഡിറ്റ്, യൂസേഴ്സ് ഇൻഫർമേഷൻ. അത് ആ ഇതിൽ തന്നെ കേട്ടോ, ക്രമത്തിൽ തന്നെ പഠിച്ചു വെക്കാം. ഇനി ഫോർത്ത് സ്റ്റേജ് ആണ് എന്ത്? മേക്കിംഗ് ഇംപ്രൂവ്മെന്റ്സ്. ഇനി നമ്മൾ എന്തൊക്കെ കാര്യങ്ങളിലാണ് ഇംപ്രൂവ്മെന്റ്സ് വരുത്തേണ്ടത്? മേക്കിംഗ് ഇംപ്രൂവ്മെന്റ്സ്. അതിനായിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഐഡന്റിഫൈ ദ ബാരിയേഴ്സ് അല്ലെ? ബാരിയേഴ്സ് എന്താ? തടസ്സങ്ങൾ അല്ലെ? ബാരിയേഴ്സ് എന്ന് പറഞ്ഞാല് തടസ്സങ്ങളാണ്. അതിനു വേണ്ടിയിട്ട് ആദ്യം ബാരിയേഴ്സ്, തടസ്സങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. ഫസ്റ്റ് തടസ്സം എന്താണ്? ഫിയർ. അതുപോലെ ലാക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, മനസ്സിലാവാത്ത അവസ്ഥ.
അതുപോലെ എന്താണ് ലോ മൊറൽ, എന്താണത്? ഇപ്പൊ എന്തെങ്കിലും ചില കാര്യങ്ങളിലൊക്കെ നെഗറ്റിവിറ്റി ഉണ്ടാകുന്നില്ലേ, നെഗറ്റീവായിട്ട് പറയാം അല്ലെ? ഓക്കെ, അപ്പൊ അതാണ് മൊറൽ എന്ന് പറഞ്ഞാൽ കേട്ടോ. ഇനി എന്താണ്? പ്യുവർ കമ്മ്യൂണിക്കേഷൻ. പുവർ കമ്മ്യൂണിക്കേഷൻ എന്താണ്? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോ അത് മനസ്സിലാവാത്ത അവസ്ഥ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാം. ചിലപ്പോൾ എന്താണ്, നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യാത്തത് മൂലം എന്തുണ്ടാവാം? തടസ്സങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഐഡന്റിഫൈ ദ ബരീസിൽ വരുന്നത്. ഫിയർ, ലാക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, ലോ മൊറൽ, പുവർ കമ്മ്യൂണിക്കേഷൻ. എന്താണ് ഈ ബരിയേഴ്സ് ഒക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തതിനു ശേഷം എന്ത് ചെയ്യണം? എന്താ ചെയ്യേണ്ടത്? സെക്കൻഡ് പോയിന്റ് എന്താണ്? ചേഞ്ചസ് ബൈ റിമൂവ് ബരിയേഴ്സ് അല്ലെ? ഈ തടസ്സങ്ങളൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ആദ്യം മേക്കിംഗ് ഇംപ്രൂവ്മെന്റ്സിൽ നമ്മുടെ തടസ്സങ്ങൾ എന്താണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തു, അതിനുശേഷം അത് റിമൂവ് ചെയ്യാനായിട്ട് നോക്കണം. ഇത്രയും കാര്യങ്ങളാണ് മേക്കിംഗ് ഇംപ്രൂവ്മെന്റ്സിൽ വരുന്നത്. ക്ലിയർ ആയില്ലേ? നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും, ഇത്ര കൺഫ്യൂഷനിങ് ഒന്നുമല്ല കേട്ടോ പോയിന്റ്സ്. ഓക്കെ, ഇനി എന്താണ്? അഞ്ചാമത്തെ സ്റ്റേജ് ആണ് സസ്റ്റെയിനിങ് ഇംപ്രൂവ്മെന്റ്സ് അല്ലെ? സസ്റ്റെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താ? സസ്റ്റെയിനിങ് നിലനിർത്തുക അല്ലെ? നിലനിർത്തുക. സസ്റ്റെയിനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിലനിർത്തുക. ഓക്കെ, അപ്പോ ഫിഫ്ത് സ്റ്റേജ് ആണ് സസ്റ്റെയിനിങ് ഇംപ്രൂവ്മെന്റ്സ്. ഫസ്റ്റ് പോയിന്റ് നോക്കിയേ, റീഇൻഫോഴ്സിങ് ഇംപ്രൂവ്മെന്റ്സ്. റീഇൻഫോഴ്സ് ചെയ്യുക ഇംപ്രൂവ്മെന്റ്സ്. നമ്മളല്ലേ ഒരു ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ അത് മെച്ചപ്പെടുത്താൻ അല്ലെ? ഇംപ്രൂവ്മെന്റ്സ് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ അത് ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അതാണ് റീഇൻഫോഴ്സിങ് ഇംപ്രൂവ്മെന്റ്സ്. നമ്മൾ ഓഡിറ്റ് നടത്തുമ്പോൾ നമ്മൾ ഒരു പ്രത്യേകമായിട്ട് ഏതെങ്കിലും ഒരു വിഷയത്തെ മുൻനിർത്തിയാണ് ഓഡിറ്റ് ചെയ്യുന്നത്. അപ്പൊ ആ വിഷയം കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ്സ് വരുത്തണം എന്നുണ്ടെങ്കിൽ അത് മെച്ചപ്പെടുത്താനായിട്ടുള്ള കാര്യങ്ങളാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. ഇനി എന്താണ്? ആ ഡാറ്റ കിട്ടി, അത് നമ്മൾ എന്ത് ചെയ്യണം? മോണിറ്റർ ആൻഡ് ഇവാലുവേഷൻ. മനസ്സിലായോ? മോണിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒബ്സർവ് ചെയ്യുക അല്ലെ? നിരീക്ഷിക്കുക. അപ്പൊ അത് എന്ത് ചെയ്തു? അത് നിരീക്ഷിച്ചു, അത് വിലയിരുത്തി. അതിനുശേഷം റീ ഓഡിറ്റ് അല്ലെ? റീ ഓഡിറ്റ് എന്നാണ് കേട്ടോ, അവിടെ DIT എന്നാക്കണം കേട്ടോ, സ്പെല്ലിംഗ് എറർ ഉണ്ട്. ഓക്കെ, റീ ഓഡിറ്റ്. അപ്പോ ആദ്യം ഒരു ഡാറ്റ കിട്ടി, അത് മെച്ചപ്പെടുത്താനായിട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് എന്താണ്? ആദ്യം മോണിറ്റർ ചെയ്യണം, അത് വിലയിരുത്തണം. ഇനി അതിനകത്ത് എന്തെങ്കിലും റീ ഓഡിറ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് നമ്മൾ റീ ഓഡിറ്റ് ചെയ്യേണ്ടതാണ്. ഇപ്പോ നിങ്ങളൊരു എക്സാം എഴുതി, എക്സാമിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഫെയിൽ ആയി പോയി. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം? എന്താ ചെയ്യാം? വീണ്ടും എക്സാം എഴുതൂലേ നിങ്ങള്? അല്ലെങ്കിൽ എഴുതാതിരിക്കോ? റീ എക്സാം എഴുതും അല്ലെ? അതുപോലെ തന്നെയാണ് എന്ത് ചെയ്യും? ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു വിഷയത്തെ നമ്മൾ ആസ്പദമാക്കി ഓഡിറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ചെയ്ത് അത് മോണിറ്റർ ചെയ്ത് ഇവാലുവേഷൻ ചെയ്ത് അത് റീ ഓഡിറ്റ് ചെയ്യും. ക്ലിയർ ആയില്ലേ? അതാണ് ഫിഫ്ത് സ്റ്റേജിൽ പറയുന്നത്. റീഇൻഫോഴ്സിങ് ഇംപ്രൂവ്മെന്റ്സ്, മോണിറ്ററിങ്, ഇവാലുവേഷൻ ആൻഡ് റീ ഓഡിറ്റ്. ഇനി സിക്സ്ത് സ്റ്റേജ് നോക്കിയേ, റീ ഓഡിറ്റ്. റീ ഓഡിറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ റീ ഓഡിറ്റ് ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശേഖരിക്കുന്നത്? ഇതാണ് സിക്സ്ത് സ്റ്റേജിൽ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഫിഫ്ത് സ്റ്റേജ് വരെ പറഞ്ഞു അല്ലെ? എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഒന്നും കൂടി എന്ത് ചെയ്യണം? റീ ഓഡിറ്റ് ചെയ്യണം. അപ്പൊ റീ ഓഡിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഇനി എന്തെല്ലാം കാര്യങ്ങളാണ് ശേഖരിക്കേണ്ടത് എന്നാണ് സിക്സ്ത് സ്റ്റേജിൽ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് പോയിന്റ് നോക്കിയേ, റിവ്യൂ എവിഡൻസ് അല്ലെ? റീ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എവിഡൻസ് നമ്മൾ എന്ത് ചെയ്യണം? കളക്ട് ചെയ്യണം. അതാണ് റിവ്യൂ എവിഡൻസ്. റീ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങള് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എവിഡൻസുകൾ നമ്മൾ ശേഖരിക്കണം. ഇനി എന്താണ്? മെഷർ ഇഫക്റ്റീവ്നെസ്. നമ്മള് കാര്യങ്ങൾ എവിഡൻസ് കളക്ട് ചെയ്തു, അത്
എത്രമാത്രം അതിനകത്തുനിന്ന് എത്രമാത്രം റിസൾട്ട് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ അത് എത്രമാത്രം ഇഫക്റ്റീവ്നെസ് ഉണ്ട് എന്ന് മെഷർ ചെയ്യണം. ഫലപ്രാപ്തി ഉണ്ട് എന്നുള്ളത് മെഷർ ചെയ്യേണ്ടതാണ്. ക്ലിയർ ആയോ? നമ്മൾ എവിഡൻസ് കളക്ട് ചെയ്തു, ആ എവിഡൻസിന് എത്രമാത്രം ഇഫക്റ്റീവ്നെസ് ഉണ്ട് എന്നുള്ളത് മെഷർ ചെയ്യാം. ഇനി എന്താണ്? ഡിസൈഡ് ഹൗ ഓഫ്റ്റൻ ടു റീ ഓഡിറ്റ്. അപ്പൊ നമ്മള് സോഴ്സസ് വെച്ച് എവിഡൻസ് കളക്ട് ചെയ്തു, ആ കിട്ടുന്ന റിസൾട്ട് നോക്കിയിട്ട് എന്തെങ്കിലും തെറ്റുകളുണ്ടോ, തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് വീണ്ടും എന്ത് ചെയ്യണം? റീ ഓഡിറ്റ് ചെയ്യണം. എത്ര ടൈമാണ് റീ ഓഡിറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം പരിശോധിക്കണം. അതാണ് ഡിസൈഡ് ഹൗ ഓഫ്റ്റൻ ടു റീ ഓഡിറ്റ്. നമ്മൾ എവിഡൻസ് കളക്ട് ചെയ്തു, നമ്മൾക്ക് കിട്ടിയ സോഴ്സസിൽ നിന്ന് എവിഡൻസ് കളക്ട് ചെയ്തു, ആ എവിഡൻസിൽ എത്രമാത്രം ഫലപ്രാപ്തി ഉണ്ടെന്ന് നോക്കി. ഇനി എന്തെങ്കിലും ആ എവിഡൻസിൽ, നമ്മൾ കളക്ട് ചെയ്ത എവിഡൻസിൽ എന്തെങ്കിലും തെറ്റുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്രമാത്രം ഇനി അല്ലെങ്കിൽ എന്തോരം ടൈം നമ്മൾ റീ ഓഡിറ്റ് ചെയ്യണം എന്നുള്ളത് പരിശോധിക്കണം. അതാണ് തേർഡ് സ്റ്റേജ് ആയിട്ട് പറയുന്നത്. ഡിസൈഡ് ഹൗ ഓഫ്റ്റൻ ടു റീ ഓഡിറ്റ്. എത്ര ടൈം വരെ നമ്മൾ റീ ഓഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ള കാര്യം പരിശോധിക്കണം. അതുപോലെ തന്നെ എന്താണ്? ഓൺഗോയിങ് പ്രോസസ് മോണിറ്ററിംഗ്. ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ മോണിറ്റർ ചെയ്യാൻ നിരീക്ഷിച്ചു കൊണ്ടിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് റീ ഓഡിറ്റിൽ വരുന്നത്. മനസ്സിലായോ? റീ ഓഡിറ്റ് എന്തെല്ലാം കാര്യങ്ങളാണ് റീ ഓഡിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള്? നമ്മൾ എവിഡൻസ് കളക്ട് ചെയ്തു, അത് എത്രമാത്രം ഫലപ്രാപ്തി ഉണ്ട് അല്ലെങ്കിൽ ഇഫക്റ്റീവ്നെസ് ഉണ്ട് എന്നുള്ളത് നോക്കി. ഇനി എന്തെങ്കിലും നമ്മൾ കളക്ട് ചെയ്ത എവിഡൻസിൽ തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര ടൈമാണ് അല്ലെങ്കിൽ എന്തുമാത്രം നമ്മൾ റീ ഓഡിറ്റ് ചെയ്യണം എന്നുള്ള കാര്യം പരിശോധിച്ചു. അതുപോലെ തന്നെ എന്താണ്? ഓൺഗോയിങ് പ്രോസസ് മോണിറ്ററിംഗ്. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പരിശോധിച്ചു കൊണ്ടിരിക്കണം. തെറ്റ് വരുന്നുണ്ടോ, റീ ഓഡിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ്? ഓൺഗോയിങ് ആയിട്ടല്ലേ, ഇടയ്ക്കിടയ്ക്ക് പരിശോധിച്ചു കൊണ്ടിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് എന്തില് വരുന്നത്? സ്റ്റേജസ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റിൽ വന്നത്. എന്തൊക്കെയാണ് പറഞ്ഞത് നമ്മള്? പ്രിപ്പറേഷൻ ഫോർ ഓഡിറ്റ് നോക്കി, സെലക്ടിങ് ക്രൈറ്റീരിയ, മെഷറിംഗ് പെർഫോമൻസ്. ആ 3 സ്റ്റേജ് വരെയും എന്താണ്? ഡയഗ്രാംസ് ആണ്. അത് ശ്രദ്ധിക്കുക, ഉറപ്പുവരുത്താം. പഠിച്ചെന്ന് ഉറപ്പുവരുത്തിയിട്ടേ നിങ്ങൾ ഉറങ്ങാൻ പാടുള്ളൂ കേട്ടോ. ഓക്കെ. ഇനി എന്താണ്? മേക്കിംഗ് ഇംപ്രൂവ്മെന്റ്സ്, അതുപോലെ തന്നെ സസ്റ്റൈനിങ് ഇംപ്രൂവ്മെന്റ്സ്, റീ ഓഡിറ്റ്. 6 കാര്യങ്ങൾ, 6 സ്റ്റേജുകളാണ് പഠിച്ചത് കേട്ടോ. ഒന്നും കൂടിയും പറയാനാണ് മിസ്, ഈ 3 സ്റ്റേജ് 3 ഡയഗ്രാംസും ഓർത്തോർത്ത് പഠിക്കാം, തലയിൽ കയറ്റി വെക്കാം കേട്ടോ. ഓക്കെ, മറന്നു പോകരുത്. ഇത് ഇപ്പൊ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ പഠിക്കാതെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഇനി അടുത്തടുത്ത ഭാഗങ്ങളൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ്, അടുത്ത ചാപ്റ്റേഴ്സ് ഒക്കെ. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കി. 6th സ്റ്റേജ് വരെ ഒന്ന് വായിച്ചു നോക്കൂ കേട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനോട് ചോദിച്ചേ. മെഷറിംഗ് ലെവൽ ഓഫ് പെർഫോമൻസിൽ 3 കാര്യങ്ങളാണ്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ, എന്തൊക്കെ പോയിന്റ് ആണെന്നുള്ളത്. എന്താണ്? ഫസ്റ്റ് പോയിന്റ്, പ്ലാനിങ് ഡാറ്റ കളക്ഷൻ. നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യാം. അതുപോലെ തന്നെ എന്തൊക്കെ മെത്തേഡ്സിലൂടെയാണ് നമ്മൾ ഡാറ്റകൾ കളക്ട് ചെയ്യേണ്ടത് നോക്കാം. അതുപോലെ തന്നെ ഡാറ്റ കിട്ടിയതിനു ശേഷം അത് കൈകാര്യം ചെയ്യാം. 3 കാര്യങ്ങളാണ്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. റാൻഡം ആയിട്ട് ഇങ്ങനെ കൊടുത്തിരിക്കുന്നതാണ്. ക്ലിയർ ആയോ? സ്റ്റേജ് 5 സ്റ്റേജ് 5 എന്തൊക്കെയാ പറഞ്ഞത്? നമ്മള്
സസ്റ്റെയിനിങ് ഇംപ്രൂവ്മെന്റ്സ് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് സ്റ്റേജ് 5 പറയുന്നത്. സസ്റ്റെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിലനിർത്തുക. അതിനകത്ത് ഫസ്റ്റ് പോയിന്റ് ആണ് റീഇൻഫോഴ്സിങ് ഇംപ്രൂവ്മെന്റ്. നമ്മൾ പറഞ്ഞു ഓഡിറ്റ് നമ്മൾ തയ്യാറാക്കുമ്പോൾ അല്ലെങ്കിൽ ഓഡിറ്റ് ചെയ്യുമ്പോൾ ഒരു വിഷയത്തെ നമ്മൾ എടുത്തുകൊണ്ടാണ് ഓഡിറ്റ് ചെയ്യുന്നത്. അപ്പൊ ആ വിഷയം, ആ ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനകത്ത് എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ്സ് വരുത്തേണ്ടതുണ്ടോ? ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ക്ലിനിക്കൽ ഇംപ്രൂവ്മെന്റ്സ് ഒക്കെ രോഗികൾക്ക് കൊടുക്കുന്ന കെയറിംഗില് ചിലപ്പോൾ ഇംപ്രൂവ്മെന്റ്സ് വരുത്തേണ്ടതായിട്ടുണ്ടാവും ഓഡിറ്റ് നടത്തുമ്പോൾ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിൽ വല്ല ഇംപ്രൂവ്മെന്റ്സ് വരുത്തേണ്ടതായിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യണം. അതാണ് ഫസ്റ്റ് റീഇൻഫോഴ്സിങ് ഇംപ്രൂവ്മെന്റ് എന്ന് പറഞ്ഞാല്. നമ്മൾ കിട്ടിയിരിക്കുന്ന ഡാറ്റയിലെ എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ്സ് വരുത്തേണ്ടതായിട്ടുണ്ടെങ്കിൽ ആ ഇംപ്രൂവ്മെന്റ്സ് വരുത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. അതുപോലെ അത് മോണിറ്റർ ചെയ്യാം, വിലയിരുത്തുക, ഇവാലുവേറ്റ് ചെയ്യാം. ഇനി എന്തെങ്കിലും റീഓഡിറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇനി റീഓഡിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും എന്ത് ചെയ്യണം? റീഓഡിറ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളിപ്പോ ഒരു എക്സാം എഴുതി അതിന് ഫെയിലായി പോയി, അത് ഫെയിലായി. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? റീ എക്സാം ചെയ്യും അല്ലെ? അതുപോലെ തന്നെയാണ് എന്താണ് നമ്മളൊരു വിഷയത്തെ ആസ്പദമാക്കിയിട്ട് ഓഡിറ്റ് ചെയ്യുമ്പോൾ അതിനെന്തെങ്കിലും ഇംപ്രൂവ്മെന്റ്സ് വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും നമ്മൾ എന്ത് ചെയ്യും? റീ ഓഡിറ്റ് ചെയ്യും. ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും? ക്ലിയർ ആയി? ഇനി നെക്സ്റ്റ് നോക്കിയേ. നെക്സ്റ്റ് നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും. എന്താണ്? ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ്. എന്തൊക്കെ ടൈപ്പുകളാണ് ക്ലിനിക്കൽ ഓഡിറ്റ് ഉണ്ടാകുന്നത്? ഓക്കെ, ഫസ്റ്റ് വൺ എന്താണ്? സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഡിറ്റ്. എന്താണ് സ്റ്റാറ്റിസ്റ്റിക്കൽ എന്ന് പറഞ്ഞാല്? ഇന്നലത്തെ ക്ലാസ്സിൽ പഠിച്ചല്ലോ. സ്ഥിതി വിവര കണക്കുകളുമായിട്ട് ബന്ധപ്പെട്ട ഓഡിറ്റ് ആണ് ഇത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഡിറ്റ്. സ്ഥിതി വിവര കണക്കുകള്. ഓക്കെ, ഇനി എന്താണ്? എക്സ്റേ റിവ്യൂ. അത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കാം? നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ക്ലിനിക്കൽ ഓഡിറ്റിന്റെ ടൈപ്പ് ആണ് കേട്ടോ. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. എക്സ്റേ റിവ്യൂ എക്സ്റേ വ്യൂ, എക്സ്റേ അല്ലെ? എക്സ്റേയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും ഇവാലുവേറ്റ് ചെയ്യുന്ന ഓഡിറ്റ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. എക്സ്റേയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും ഇവാലുവേറ്റ് ചെയ്യുന്നത് എക്സ്റേ റിലേറ്റഡ് ആയിട്ടുള്ളത്. ഇനി ഡിസീസ്ഡ് ഓഡിറ്റ് എന്തായിരിക്കും? ഡിസീസ്ഡ് ഓഡിറ്റ് രോഗവുമായിട്ട് ബന്ധപ്പെട്ടത് അല്ലെ? ഇപ്പൊ എന്താണ്? ഏതൊക്കെ രോഗങ്ങളായിട്ടാണ് പേഷ്യൻസ് അവിടെ വന്നിരിക്കുന്നത്, അഡ്മിറ്റ് ആയിരിക്കുന്നത്, എന്തൊക്കെ രോഗങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ട ഓഡിറ്റ് ആണ് ഡിസീസ് ഓഡിറ്റ്. ക്ലിയർ ആയോ? ഇനി എന്താണ്? ഒബ്സ്റ്റെട്രിക് കേസ്. എന്താണ് ഒബ്സ്റ്റെട്രിക് എന്ന് പറഞ്ഞാല്? എന്താണ്? പ്രസവാനന്തരപരമായ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ആ ഓഡിറ്റിൽ ഉണ്ടാകുന്നത്. എന്താണ്? ഗൈനോക്കോളജി വിഭാഗത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. എന്താണ് അതിൽ വരുന്നത്? ഗൈനോക്കോളജി വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും ഇവാലുവേറ്റ് ചെയ്യുന്ന ഓഡിറ്റ് ആണ് ഇത് ഒബ്സ്റ്റെട്രിക് ഓഡിറ്റ് അല്ലെങ്കിൽ ഒബ്സ്റ്റെട്രിക് കേസ്. ഓക്കെ, ഇനി എന്താണ്? ഇൻഫെക്ഷൻ കൺട്രോൾ. അതെന്തായിരിക്കാം? അറിയാലോ നിങ്ങൾക്ക്. ഇൻഫെക്ഷനുമായിട്ട് ബന്ധപ്പെട്ടത് അല്ലെ? ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടി അവരെന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്, അതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് ഇൻഫെക്ഷൻ കൺട്രോൾ ഓഡിറ്റ് എന്ന് പറഞ്ഞാല്. ഓക്കെ, ഇൻഫെക്ഷൻ ജെമട്രി. ഓക്കെ, ഇനി എന്താണ്? നഴ്സിംഗ് ഓഡിറ്റ് എന്തായിരിക്കാം? നഴ്സിംഗ് ഓഡിറ്റ് നേഴ്സുമാരുടെ കെയറിംഗുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുന്നു. നഴ്സിംഗ് കെയർ ഇവാലുവേറ്റ് ചെയ്യുന്നു. ഇനി ഡെത്ത് ഓഡിറ്റ് എന്തായിരിക്കും? ഡെത്ത് ഓഡിറ്റ് ഡെത്തുമായിട്ട് റിലേറ്റ് ചെയ്തത് അല്ലെ? ഇപ്പൊ എന്താണ്? അവിടെ മരണമടഞ്ഞ രോഗികൾ ആരൊക്കെയാണ്, അതുപോലെ അവർക്ക് ഉണ്ടായ രോഗങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഓഡിറ്റില് ഇവാലുവേറ്റ് ചെയ്യുന്നത്. മരണനിരക്ക്. ക്ലിയർ ആയില്ലേ? അപ്പോ നമ്മള് മുമ്പില് 51
പോർഷൻസിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്ത് ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ് ട്ടോ. കൺകറന്റ് ഓഡിറ്റ് ഉണ്ട്, റിട്രോസ്പെക്റ്റീവ് ഓഡിറ്റ് ഉണ്ട്. കൂടാതെയുള്ള ഓഡിറ്റ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. മനസ്സിലായില്ലേ ഇത്? ഓക്കെ, ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ് അതും കൂടി ഒന്ന് ഓർത്ത് വെക്കാം. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഡൗട്ട് ഒന്നുമില്ലല്ലോ ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റില്? സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ഥിതി വിവര കണക്കുമായിട്ട് ബന്ധപ്പെട്ടത്. എക്സ്റേ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്താണ്? എക്സ്റേയുടെ പ്രവർത്തനങ്ങൾ റിലേറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്? ഇവാലുവേറ്റ് ചെയ്യുന്നു. ഡിസീസ് അല്ലെ, രോഗവുമായിട്ട് ബന്ധപ്പെട്ട ഓഡിറ്റ് ആണ്. ഒബ്സ്റ്റട്രിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൈനക്കോളജി വിഭാഗവുമായിട്ട് ഉള്ള പ്രവർത്തനങ്ങളെ ഇവാലുവേറ്റ് ചെയ്യുന്നു. ഇൻഫെക്ഷൻ കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തൊക്കെ കാര്യങ്ങളാണ് അവര് ഇൻഫെക്ഷൻ കൺട്രോളിന് വേണ്ടി ചെയ്തിരിക്കുന്നത്, എന്തൊക്കെ പ്രവർത്തനങ്ങളാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുന്നു. നഴ്സിംഗ് കെയറുമായിട്ട് ബന്ധപ്പെട്ട ഓഡിറ്റ് ആണ് നഴ്സിംഗ് ഓഡിറ്റ്. അതുപോലെ ഡെത്ത് ഓഡിറ്റ് എന്ന് പറഞ്ഞാല് ഓരോ പേഷ്യൻസും എന്ത് രോഗം വന്നിട്ടാണ് മരിച്ചത്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഡെത്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഓഡിറ്റ് ആണ് ഡെത്ത് ഓഡിറ്റ്. ഓക്കെ, ഇനി എന്താണ് റോൾ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഇൻ ഓഡിറ്റ്? നമ്മള് ഓരോ കാര്യങ്ങളും ഹോസ്പിറ്റലിന്റെ ഓരോ കാര്യങ്ങളും പഠിക്കുമ്പോൾ എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ റോള് കാണാറില്ലേ? കണ്ടിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ടോ നിങ്ങള്? അതുപോലെ തന്നെ എന്താണ് ഓഡിറ്റുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ റോളുകളാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനുള്ളത്? ഒന്ന് വായിച്ചു നോക്കി. ആരെങ്കിലും ഒരാൾക്ക് പറയാൻ പറ്റുമോ? എന്നിട്ട് ഒന്ന് വായിച്ചു നോക്കൂട്ടോ. നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും. കുറച്ച് പോയിന്റ്സ് ഒക്കെ പറയാൻ പറ്റും നിങ്ങൾക്ക്. വായിച്ചു നോക്കിയോ? കിട്ടിയോ? എന്തൊക്കെ പോയിന്റ്സ് ആണെന്നുള്ളത്, എന്തൊക്കെ റോൾസ് ആണെന്നുള്ളത് മനസ്സിലായോ? ഓക്കെ, ആർക്ക് പറയാൻ പറ്റും പോയിന്റ്സ്? ഗുഡ് വർക്കിംഗ് എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യും. അതിനുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കുന്നു. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫുകൾക്ക് ഒരുക്കുന്നുണ്ട്. പിന്നെന്താണ്? സ്മൂത്ത് സപ്ലൈ റിസോഴ്സ് എല്ലാം പ്രൊവൈഡ് ചെയ്യും. റിസോഴ്സുകള് റിസോഴ്സും അപ്ലൈ. ഓക്കെ, പിന്നെന്താ? നല്ല ആപ്റ്റായ മെഡിക്കൽ കെയർ മോട്ടിവേറ്റ് ചെയ്യും. മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ട്. മെഡിക്കൽ കെയർ പ്രൊവൈഡേഴ്സിന് അവരുടെ വർക്ക് നല്ല രീതിയിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? മോട്ടിവേഷൻ കൊടുക്കുന്നു.
സബീര. ഓക്കെ, ഇനി ആർക്ക് പറയാൻ പറ്റും? സുഷ പറയോ നെക്സ്റ്റ് പോയിന്റ്സ്? To attend the patient complaint എന്നുവെച്ചാല് രോഗികളുടെ പരാതി, പിന്നെ പരാതികൾ എന്നിവയിൽ പങ്കെടുക്കേണ്ട ഒരു പരാതികള് പരിഹാര സമിതിയിൽ ഈ കമ്മിറ്റിയിൽ അല്ലെ, പരിഹാര കമ്മിറ്റിയിൽ അത് അവരുടെ പരാതികള് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു. ഇനി എന്താണ് നെക്സ്റ്റ്? എന്താ? മോണിറ്റർ മീഡിയ കവറേജ്, പ്രീ നോട്ട്സ് മീഡിയ കവറേജ് എഡിറ്റ് ചെയ്യാനും വിനിയോഗിക്കാനും വേണ്ടിയിട്ട്. ഇനി എന്താ? ഓക്കെ, ഇനി ആർക്കെങ്കിലും പറയാനുണ്ടോ പോയിന്റ്സ്? ഇത്രയും വരെയാണോ കിട്ടിയിട്ടുള്ളത് വായിച്ചിട്ട്? ഓക്കെ, നമുക്ക് നോക്കാം എന്താണെന്ന്. നിങ്ങൾ പറഞ്ഞ പോയിന്റ്സ് കറക്റ്റ് ആണ് കേട്ടോ. അപ്പൊ നോക്കാം. ഫസ്റ്റ് വൺ എന്താണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ റോൾ എന്താണ്? ഓഡിറ്റ് നടത്തുമ്പോൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ റോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ടു ഫെസിലിറ്റേറ്റ് ആൻഡ് പ്രൊവൈഡ് ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ. എന്താണ്? അവിടെയുള്ള ആളുകൾക്ക് എന്താണ്, വർക്കേഴ്സിന് നല്ല രീതിയിലുള്ള ഒരു ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്? ടു പ്രൊവൈഡ് ഫെസിലിറ്റീസ്, റിസോഴ്സസ് ആൻഡ് സ്മൂത്ത് സപ്ലൈ. അല്ലെ, അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് എന്താണ് ഓരോ എക്യുപ്മെന്റ്സ്, അതുപോലെ ഓരോ മെറ്റീരിയൽസ്, ഫെസിലിറ്റീസ്, സൗകര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നു, വിഭവങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ടു മോട്ടിവേറ്റ്, ടു enable the medical care providers to work enthusiastically. എന്താ പറഞ്ഞത്? മെഡിക്കൽ കെയർ പ്രൊവൈഡേഴ്സിന് അല്ലെ, അവിടെ വർക്ക് ചെയ്യുന്ന മെഡിക്കൽ കെയർ പ്രൊവൈഡേഴ്സിന് അവരുടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മോട്ടിവേഷൻ കൊടുക്കുന്നു. അതാരുടെ ഡ്യൂട്ടിയാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഡ്യൂട്ടി ആണ് എന്നാണ് പറയുന്നത്. ഇനി എന്താണ്? ടു അറ്റൻഡ് പേഷ്യന്റ് കംപ്ലൈന്റ് grievances to grievance redressal committee. എന്താണ്? പേഷ്യൻസിന് എന്തെങ്കിലും കംപ്ലൈന്റ്സ് ഉണ്ടെങ്കിൽ അത് കേട്ട് അതെന്ത് ചെയ്യുന്നുണ്ട്? റിഡ്രസൽ ഗ്രീവൻസസ് റിഡ്രസൽ കമ്മിറ്റി കൂടുമ്പോ അവരുടെ പരാതികള് അവിടെ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു. എന്താണ് പേഷ്യൻസിന് ഉണ്ടായ പരാതി എന്നുള്ളത് അവരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടു എഡിറ്റ് ആൻഡ് മോണിറ്റർ മീഡിയ കവറേജ് ഓർ പ്രസ് നോട്ട്സ്. എന്താ പറഞ്ഞത്? ഇപ്പൊ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും മോശമായിട്ടുള്ള അല്ലെങ്കിൽ വ്യാജ വാർത്തയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ, ഹോസ്പിറ്റലിനെതിരായിട്ട് വ്യാജ വാർത്തകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മൂടി വെക്കാതെ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാനായിട്ട് പ്രസ് നോട്ട്സ് അല്ലെങ്കിൽ എന്താണ് പ്രസ് മീറ്റ്സുകൾ ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? കണ്ടക്ട് ചെയ്യുന്നു. കിട്ടിയോ ആ പോയിന്റ്? എന്താ പറഞ്ഞത്? വ്യാജ വാർത്തകൾ എന്തെങ്കിലും പറഞ്ഞു തരാം കേട്ടോ. വ്യാജ വാർത്തകൾ എന്തെങ്കിലും ഹോസ്പിറ്റലിനെതിരായിട്ട് വന്നു കഴിഞ്ഞാല് അത് മൂടി വെക്കാതെ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പ്രസ് മീറ്റ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നു. ഏതാണ് സുഷ പറഞ്ഞത്? ഇത്രയും വരെ ക്ലിയർ ആണോ? ഒന്നുകൂടി മിസ് പറയാം. ഫസ്റ്റ് നോക്കിയേ, ടു ഫെസിലിറ്റേറ്റ് ആൻഡ് പ്രൊവൈഡ് ഗുഡ് വർക്കിംഗ് എൻവയോൺമെന്റ്. നല്ല രീതിയിൽ അവിടുത്തെ സ്റ്റാഫുകൾക്ക് ഗുഡ് വർക്കിംഗ് എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് പോയിന്റ് ആണ് അവർക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങള്, റിസോഴ്സസുകള് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ പോയിന്റ് എന്താണ്? മെഡിക്കൽ കെയർ പ്രൊവൈഡേഴ്സിന് അവർക്ക് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മോട്ടിവേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു, മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ ഫോർത്ത് പോയിന്റ് എന്താണ്? പേഷ്യൻസിന് എന്തെങ്കിലും കംപ്ലൈന്റ്സ് ഉണ്ടെങ്കിൽ അത് അവരുടെ കയ്യിൽ നിന്ന് കേൾക്കുകയും അവരുടെ അടുത്ത് നിന്ന് അത് കേൾക്കുകയും ആ കംപ്ലൈന്റ്സ് എന്താണെന്ന് പരാതി പരിഭവ കമ്മിറ്റി കൂടുമ്പോ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? അവരോട് അത് ഭയങ്കര കംപ്ലൈന്റ്സ് ഉണ്ട് എന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ക്ലിയർ ആയോ? അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഓക്കെ ആണോ?
ഇനി മനസ്സിലായോ? പിന്നെന്താണ്? ടു എഡിറ്റ് ആൻഡ് മോണിറ്റർ മീഡിയ കവറേജ് ഓർ പ്രസ് നോട്ട്സ്. എന്താ പറഞ്ഞത്? ഈ ഹോസ്പിറ്റലിനെതിരായിട്ട് വല്ല വ്യാജ വാർത്തകളൊക്കെ വന്നു കഴിഞ്ഞാല് അത് മൂടി വെക്കാതെ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പ്രസ് മീറ്റുകള് കണ്ടക്ട് ചെയ്യുന്നു. ഓക്കെ ആണോ? ഇത്രയും പോയിന്റ്സ്. ഇനി എന്താണ്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ ടു റിവീൽ ദ ഗ്രേ ഏരിയാസ്. എന്താണ് ഗ്രേ ഏരിയാസ് എന്ന് പറഞ്ഞാല്? ചാരനിറത്തിലുള്ള പ്രദേശങ്ങൾ എന്നാണ് പറയുന്നത്. ഗ്രേ ഏരിയാസ് എന്ന് പറഞ്ഞാല് ചാരനിറത്തിലുള്ള പ്രദേശങ്ങൾ. ഓക്കെ, അപ്പോ ഇവിടെ ഉദ്ദേശിക്കുന്നത് പേഷ്യൻസിന് സാറ്റിസ്ഫാക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട്, പേഷ്യൻസിന്റെ സംതൃപ്തി കൂട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് അൺഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങള് കുറച്ച്, ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങള് കുറയ്ക്കുകയും അവരുടെ ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങള് അതിലേക്ക്, ആ ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുകയും ചെയ്യുന്നു. അതാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ ടു റിവീൽ ദ ഗ്രേ ഏരിയാസ്. അൺഫേവറബിൾ ആയിട്ടുള്ളതിനെ കുറയ്ക്കുകയും ഫേവറബിൾ ആയിട്ടുള്ളതിനെ, ആ കാര്യങ്ങൾക്കൊക്കെ കൂടുതൽ ശ്രദ്ധ കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. കിട്ടിയോ അത്? ഇനി എന്താണ്? ടു കണ്ടക്ട് എക്സിറ്റ് ഇന്റർവ്യൂസ് ആൻഡ് മേക്ക് ചേഞ്ച് ആസ് സജസ്റ്റഡ്. എന്താണ് എക്സിറ്റ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ? എന്താ എക്സിറ്റ് ഇന്റർവ്യൂ? ഐഡിയാസ് ഉണ്ടോ? എക്സിറ്റ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാല് ഹോസ്പിറ്റലുകളില് എക്സിറ്റ് ഇന്റർവ്യൂ എന്തായിരിക്കും? ഐഡിയ ഉണ്ടാ? എക്സിറ്റ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് അറിയില്ല. ഓക്കെ, എക്സിറ്റ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാല് റിസൈൻ ചെയ്യാൻ നിൽക്കുന്ന സ്റ്റാഫുകൾ ഉണ്ടാവുമല്ലോ, റിസൈൻ ചെയ്യാനായിട്ട് നിൽക്കുന്ന സ്റ്റാഫുകള്. അപ്പോ അവരുമായിട്ടൊരു ഇന്റർവ്യൂ വെക്കുന്നതാണ് എക്സിറ്റ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാല്. ചിലപ്പോ എന്താണ്, അവര് പോകാൻ നിൽക്കുന്നത് ചിലപ്പോ നല്ലൊരു വർക്കിംഗ് കണ്ടീഷൻ ഇല്ലാതെ ആവാം, ചിലപ്പോ സാലറിയുടെ കുറവ്, ചിലപ്പോ എന്താണ് പല ബെനിഫിറ്റുകളും കിട്ടാതെ ആവാം. അപ്പൊ അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാവാം അവര് റിസൈൻ ചെയ്ത് പോവാനായിട്ട് നിൽക്കുന്നത്. അപ്പൊ അവരുമായിട്ടൊരു ഇന്റർവ്യൂ നടത്തിയിട്ട് പറയും, ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയും നിങ്ങൾക്ക് സാലറി കൂട്ടിത്തരാം, അല്ലെങ്കിൽ പ്രമോഷൻ തരാം, അല്ലെങ്കിൽ കൂടുതൽ ബെനിഫിറ്റ് തരാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചർച്ച നടത്തും. അതിനെയാണ് എക്സിറ്റ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. അപ്പൊ ആ ചർച്ചകള് കൊടുത്തുകൊണ്ട്, ചർച്ചയില് അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യും? അവരെ ഇവിടെ ഹോസ്പിറ്റലില് പിടിച്ചു നിർത്താനായിട്ട് നിൽക്കും. അതാണ് ആ പോയിന്റിൽ പറയുന്നത് കേട്ടോ. എന്താണ്? ടു കണ്ടക്ട് എക്സിറ്റ് ഇന്റർവ്യൂ ആൻഡ് മേക്ക് ചേഞ്ചസ് ആസ് സജസ്റ്റഡ്. ക്ലിയർ ആയോ? ഇനി എന്താണ്? ടു ഫ്രെയിം ക്ലിയർ കട്ട് ഒബ്ജക്റ്റീവ്സ് ആൻഡ് പോളിസീസ്. നമുക്കറിയാം എന്താണ് ഒബ്ജക്റ്റീവ്സ്, ഹോസ്പിറ്റലിന്റെ ഒബ്ജക്റ്റീവ്സ്, പോളിസീസ്, പ്രൊസീജിയേഴ്സ്, ഇവയൊക്കെ നിർമ്മിക്കുന്നതിന് ആരാ ചെയ്യുന്നത്? വേണ്ടി ഉണ്ടാക്കുന്നത് ആരാണ്? ഓരോ ഹോസ്പിറ്റലിന്റെയും അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അതിന്റെ ഒബ്ജക്റ്റീവ്സ്, പോളിസീസ്, പ്രൊസീജിയേഴ്സ് ഒക്കെ റൈറ്റ് ഡൗൺ ചെയ്തത് ആരാണ്? റൈറ്റ് ഡൗൺ ചെയ്തത് ആരായിരിക്കും? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഏരിയാസ് ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ റോൾസ് ആയിട്ട് വരുന്നത്. നല്ലൊരു വർക്കിംഗ് കണ്ടീഷൻ സ്റ്റാഫുകൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ അവിടെയുള്ള വിഭവങ്ങള്, സൗകര്യങ്ങള്, നല്ല സ്മൂത്ത് സപ്ലൈ, ഓരോ എക്യുപ്മെന്റ്സ്, മെറ്റീരിയൽസ് നല്ല രീതിയിൽ സപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അവരുടെ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ എന്താണ്, മെഡിക്കൽ കെയർ പ്രൊവൈഡേഴ്സിന് അവരുടെ വർക്കില് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മോട്ടിവേഷൻ കൊടുക്കുന്നു. പിന്നെന്താണ്, വല്ല പേഷ്യൻസിന് വല്ല പരാതികളൊക്കെ ഉണ്ടെങ്കിൽ അത് കേൾക്കുകയും അതുപോലെ ഗ്രീവൻസസ് റിഡ്രസൽ കമ്മിറ്റി കൂടുമ്പോൾ ആ പരാതികൾ അവിടെ സമർപ്പിക്കുകയും ചെയ്യുന്നു. അതിന് പരിഹാരം കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നു. പിന്നെന്താണ്, ഹോസ്പിറ്റലിനെ കുറിച്ച് വല്ല വ്യാജ വാർത്തകളൊക്കെ വന്നു കഴിഞ്ഞാല് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പ്രസ് മീറ്റുകൾ കണ്ടക്ട് ചെയ്യുന്നു. പിന്നെന്താണ്,
പേഷ്യൻസിന് സാറ്റിസ്ഫാക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് അൺഫേവറബിൾ ആയിട്ടുള്ളവ കുറയ്ക്കുകയും അവരുടെ സെർവേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൂട്ടാനായിട്ട് ശ്രമിക്കുന്നു. അതുപോലെ തന്നെ എക്സിറ്റ് ഇന്റർവ്യൂസ് എന്ന് പറഞ്ഞു അല്ലെ, എന്താണ് റിസൈൻ ചെയ്യാൻ നിൽക്കുന്ന സ്റ്റാഫുകളൊക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ട് ഒരു ഇന്റർവ്യൂ നടത്തുന്നതിനെയാണ് എക്സിറ്റ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഈ എക്സിറ്റ് ഇന്റർവ്യൂയിലൂടെ അവരെന്താണ് ചിലപ്പോ നല്ല രീതിയിൽ സാലറി ഇല്ലാത്തത് കൊണ്ടാവാം, അല്ലെങ്കിൽ എന്താണ് നല്ല രീതിയിൽ വർക്കിംഗ് കണ്ടീഷൻ ഇല്ലാത്തത് കൊണ്ടാവാം അവര് ഈ ഹോസ്പിറ്റലിൽ നിന്ന് പോവാൻ നിൽക്കുന്നത്. അപ്പോ അങ്ങനെയുള്ള ചർച്ച നടത്തുമ്പോൾ അവരെന്താണ് സാലറി കൂട്ടിത്തരാം, പ്രമോഷൻ തരാം, നല്ല ബെനിഫിറ്റ് തരാം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പിടിച്ചു നിർത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയും ഒരു റോള് വഹിക്കുന്നുണ്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അതുപോലെ തന്നെ എല്ലാ ഹോസ്പിറ്റലിന്റെ എല്ലാ ഒബ്ജക്റ്റീവ്സും പോളിസീസും പ്രൊസീജിയേഴ്സും എല്ലാ കാര്യങ്ങളും നിർമ്മിക്കുന്നത് ആരാണ്, രൂപപ്പെടുത്തുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. ക്ലിയർ ആയോ? വായിച്ചു നോക്കിയ റോള് വായിച്ചു നോക്കൂ കേട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. എന്താണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ? പേഷ്യന്റിന്റെ സംതൃപ്തി കൂട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ തിരിക്കുന്നു അല്ലെങ്കിൽ ശ്രദ്ധ ചെലുത്തുന്നു. പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് സംതൃപ്തി അല്ലെങ്കിൽ അവരെ സന്തോഷിപ്പിച്ച് വിടാനായിട്ടോ അല്ലെങ്കിൽ സംതൃപ്തി എന്നൊക്കെ പറയാം കേട്ടോ സാറ്റിസ്ഫാക്ഷന്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ സംതൃപ്തി കിട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങളില് ശ്രദ്ധ വരുത്തുന്നു. ഓക്കെ, ഇനി ഡൗട്ട്സ് ഉണ്ടോ? വായിച്ചു നോക്കിയോ. ഓക്കെ ആണ്, ഡൗട്ട്സ് ഒന്നുമില്ല അല്ലെ. ഇനി നെക്സ്റ്റ് നോക്കിയേ, അഡ്വാൻറ്റേജസ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ്. എന്തൊക്കെയാ അഡ്വാൻറ്റേജസ് വരുന്നത് നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റുമല്ലോ. എന്താണ്? ആൻഡ് എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റി അല്ലെ. നമ്മൾ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും പഠിക്കേണ്ടതായിട്ട് വരും അല്ലെ. പല കാര്യങ്ങളും വായിച്ചു നോക്കി പഠിക്കേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പൊ അതാണ് എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റി ആണ്. അതിന്റെ ഗുണങ്ങളാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്, അഡ്വാൻറ്റേജസ്. ഓക്കെ, ഇനി എന്താണ്? ഇനി നെക്സ്റ്റ് എന്താണ്? പ്രമോട്ട് അണ്ടർസ്റ്റാൻഡിങ് അല്ലെ. നമ്മൾ കുറെ കാര്യങ്ങള് അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഓഡിറ്റ് നടത്തുമ്പോൾ കുറെ കാര്യങ്ങൾ പരിശോധിച്ച് അത് മനസ്സിലാക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇനി എന്താ? റിസോഴ്സ് ഇഫക്റ്റീവ്. എന്താ റിസോഴ്സസ് ഇഫക്റ്റീവ് എന്ന് പറഞ്ഞാല് വിഭവങ്ങളെ ഫലപ്രദമായിട്ട് അതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. ക്ലിനിക്കൽ ഓഡിറ്റ് ചെയ്യുമ്പോൾ അവിടെയുള്ള എല്ലാ വിഭവങ്ങളെ സ്റ്റാഫുകൾ ഉണ്ടാവും, അതുപോലെ മറ്റു വിഭവങ്ങൾ ഉണ്ടാവും. അതൊക്കെ എന്താണ്? വിഭവങ്ങൾ എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ ആ വിഭവങ്ങളെയൊക്കെ ഇഫക്റ്റീവായിട്ട് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാനായിട്ട് ക്ലിനിക്കൽ ഓഡിറ്റിലൂടെ സാധിക്കുന്നുണ്ട്. പിന്നെന്താണ്? റേസസ് സ്റ്റാൻഡേർഡ്സ്. അതറിയാൻ പറ്റുമല്ലോ. ഞാൻ പറഞ്ഞു എന്താണ്? ഓഡിറ്റ് നടത്തുന്നത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു നിശ്ചിത പെർസെന്റേജ് നമ്മള് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ നിലവാരത്തില് നമ്മുടെ ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് ഓഡിറ്റ് എന്ന് പറഞ്ഞാല്. ഓഡിറ്റ് നടത്തുമ്പോൾ എന്താണ്? നമ്മുടെ ഹോസ്പിറ്റലിന്റെ സ്റ്റാൻഡേർഡ്സ് നിലവാരം ഉയർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി എന്താണ്? പ്രമോട്ട് ചേഞ്ചസ് അല്ലെ. പറഞ്ഞു ഓഡിറ്റ് നടത്തുമ്പോൾ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തേണ്ടതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ചേഞ്ചസ് വരുത്താനായിട്ട് പറ്റുന്നുണ്ട്. ഇനി എന്താണ്? സോഴ്സസ് ഓഫ് ഇൻഫോർമേഷൻ. നമ്മള് എന്താണ്? ഇൻഫർമേഷൻസ് ആവശ്യമാണ്. അതുപോലെ തന്നെ ധാരാളം കാര്യങ്ങൾ ആ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുമ്പോൾ ധാരാളം കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ഇനി എന്താണ്? പിയർ ലിഡ് ആൻഡ് പിയർ അണ്ടർസ്റ്റാൻഡിങ്. എന്താ അങ്ങനെ പറഞ്ഞാല് പിയർ ലിഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരുമിച്ച് പ്രവർത്തിക്കുക, ഒരുമിച്ച് മനസ്സിലാക്കുക അല്ലെ. ഒരുമിച്ച് പ്രവർത്തിക്കുക, ഒരുമിച്ച് മനസ്സിലാക്കുക. നമ്മൾ എന്താണ്? ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളും
നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത്? ഒരു ടീം വർക്ക് ആയിട്ടാണ് അല്ലെ? നഴ്സുമാര്, ഡോക്ടേഴ്സ്, അതുപോലെ സ്റ്റാഫുകൾ, അവിടെയുള്ള എല്ലാ സ്റ്റാഫുകളും ഒരുമിച്ച് ചേർന്ന് കൂട്ടത്തോടെയുള്ള ഒരു പ്രവർത്തനമാണ് എന്ത്? ഓഡിറ്റ് എന്ന് പറയുന്നത്. എന്നാൽ നിലവാരം, ഹോസ്പിറ്റലിലെ നിലവാരം ഉയർത്താൻ വേണ്ടിയിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അതാണ് എന്ത്? ഒരുമിച്ച് എന്ത് എന്താ പറയുന്നത്? ഒരുമിച്ച് പ്രവർത്തിക്കുക, ഒരുമിച്ച് മനസ്സിലാക്കുക. പിയർ ലെഡ് ആൻഡ് പിയർ അണ്ടർസ്റ്റാൻഡിങ്. ക്ലിയർ ആയോ? പിന്നെന്താണ്? ഇൻവോൾവ്സ് പേഷ്യൻസ് അല്ലെ? എന്താണ് ഇൻവോൾവ്സ് പേഷ്യൻസ് എന്ന് പറഞ്ഞാല്? എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും ക്ലിനിക്കൽ ഓഡിറ്റില് പേഷ്യൻസിന്? അറിയാൻ പറ്റോ എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുമെന്ന്? ഐഡിയാസ് ഉണ്ടോ? ഇൻവോൾവ്സ് പേഷ്യൻസ് എന്താണ്? നമ്മള് പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെയുള്ള ഒരു വിഭവമാണ് അല്ലെ? അല്ലെങ്കിൽ എന്താണ്? ഹോസ്പിറ്റലിലെ ഓഡിറ്റ് നടത്തുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? പേഷ്യൻസ് റെക്കോർഡ്. മെയിൻ ആയിട്ട് നമ്മൾ ഓഡിറ്റ് ചെയ്യേണ്ടത് എന്താണ്? പേഷ്യൻസ് റെക്കോർഡ്, മെഡിക്കൽ റിപ്പോർട്ട്, അവരുടെ മെഡിക്കൽ റിപ്പോർട്ട്. അപ്പൊ എന്താണ് പ്രധാനമായിട്ടുള്ള ഓഡിറ്റിലെ മെയിൻ ഘടകം എന്ന് തന്നെ നമുക്ക് പേഷ്യൻസിനെ പറയാനായിട്ട് പറ്റും, അല്ലെങ്കിൽ മെയിൻ ഫാക്ടർ എന്ന് പറയാൻ പറ്റും. ക്ലിയർ ആയോ? അങ്ങനെയാണ് പേഷ്യൻസിനെ അവിടെ കണക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. ക്ലിയർ ആണോ? അഡ്വാൻറ്റേജസ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് വൺ എന്തായിരുന്നു? എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റി ആണ്. അതുപോലെ പ്രൊമോട്ട് അണ്ടർസ്റ്റാൻഡിങ്, റിസോഴ്സ് ഇഫക്റ്റീവ്, റൈസ് സ്റ്റാൻഡേർഡ്സ്, പ്രൊമോട്ട് ചേഞ്ച്, സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ, പിയർ ലെഡ് ആൻഡ് പിയർ അണ്ടർസ്റ്റാൻഡിങ്, ഇൻവോൾവ്സ് പേഷ്യൻസ്. ഇത്രയും കാര്യങ്ങളാണ് അഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത്. ക്ലിയർ ആണോ? പോയിന്റ്സ് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചേ. ഓക്കെ ആണോ? ഒന്ന് വായിച്ചു നോക്കട്ടാ. ഓക്കെ, ഡൗട്ട് ഇല്ല. ഓക്കെ, ഇനി എന്താണ് പ്രോബ്ലംസ് ഓഫ് മെഡിക്കൽ ഓഡിറ്റ്? പ്രോബ്ലംസ് ഇൻ മെഡിക്കൽ ഓഡിറ്റ്. എന്തൊക്കെ കാര്യങ്ങളാണ് മെഡിക്കൽ ഓഡിറ്റില് പ്രോബ്ലംസ് ആയിട്ട് വരുന്നത്? ഫസ്റ്റ് വൺ എന്താണ്? ലാക്ക് ഓഫ് ഓർഗനൈസ്ഡ് മെഡിക്കൽ ഓഡിറ്റ്. എന്താണ്? എന്താ അങ്ങനെ പറഞ്ഞാല്? ലാക്ക് ഓഫ് ഓർഗനൈസ്ഡ് മെഡിക്കൽ ഓഡിറ്റ്. ഓർഗനൈസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഓർഗനൈസ്ഡ് എന്താണ്? ഓർഗനൈസ്ഡ് രൂപീകരിക്കുക, അല്ലെങ്കിൽ എന്താണ്? ക്രമപ്പെടുത്തുക അല്ലെ? അപ്പോ ലാക്ക് ഓഫ് ഓർഗനൈസ്ഡ് മെഡിക്കൽ റെക്കോർഡ്സ് എന്നാണ് പറയുന്നത്. എന്താണ്? നമ്മൾ മെഡിക്കൽ ഓഡിറ്റ് നടത്തുന്നത് എന്താണ് മെയിൻ ആയിട്ട് അതിൽ വരുന്നത്? മെഡിക്കൽ റെക്കോർഡ്സ് അല്ലെ? പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡ് ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് മെഡിക്കൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാല്. അപ്പൊ ആ മെഡിക്കൽ റെക്കോർഡ് നല്ല രീതിയിൽ ക്രമപ്പെടുത്തിയില്ലെങ്കിൽ എന്താണ്? പ്രോബ്ലംസ് ഉണ്ടാവില്ലേ അവിടെ? അതാണ് ഫസ്റ്റ് പോയിന്റ്. മെഡിക്കൽ റെക്കോർഡ് നല്ല രീതിയിൽ രൂപപ്പെടുത്താത്തത് മൂലം. ഓക്കെ, ഇനി എന്താണ്? ഇൻകംപ്ലീറ്റ് റെക്കോർഡ്, പ്യുവർ ക്വാളിറ്റി മെയിൻ്റനൻസ്. നമുക്കറിയാം എന്താണ് ഇൻകംപ്ലീറ്റ് ആവാത്ത റെക്കോർഡ്സ്. അതുപോലെ തന്നെ പ്യുവർ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ്? താഴ്ന്ന നിലവാരത്തില് സൂക്ഷിക്കുന്ന റെക്കോർഡ്സ് ഉണ്ടാകും. താഴ്ന്ന നിലവാരത്തിൽ സൂക്ഷിക്കുന്ന റെക്കോർഡ്സ്. അപ്പൊ അതൊക്കെ എന്താണ്? മെഡിക്കൽ ഓഡിറ്റിന്റെ പ്രോബ്ലംസ് ആയിട്ടാണ് പറയുന്നത്. ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ്, അതുപോലെ തന്നെ താഴ്ന്ന നിലവാരത്തില്, നല്ല നിലവാരത്തിലല്ല, കുറഞ്ഞ നിലവാരത്തില് സൂക്ഷിക്കുന്ന റെക്കോർഡ്സും. ഇനി എന്താണ്? ഫിയർ ഓഫ് ആക്ഷൻ ആൻഡ് ലാക്ക് ഓഫ് മോട്ടിവേഷൻ ഓഫ് മെഡിക്കൽ സ്റ്റാഫ്. ഇവിടെ എന്താ പറയുന്നത്? മെഡിക്കൽ സ്റ്റാഫുകൾക്ക് എന്താണ്? മെഡിക്കൽ ഓഡിറ്റ് തയ്യാറാക്കുന്നതിന് മോട്ടിവേഷൻ കൊടുക്കാത്തത് മൂലം, ലാക്ക് ഓഫ് മോട്ടിവേഷൻ ഓഫ് മെഡിക്കൽ സ്റ്റാഫ്. മെഡിക്കൽ സ്റ്റാഫുകൾക്ക് മെഡിക്കൽ ഓഡിറ്റ് തയ്യാറാക്കുന്നതിന് എന്താണ്? മോട്ടിവേഷൻ കൊടുക്കാത്തത് മൂലം ഇവിടെ എന്താണ്?
മെഡിക്കൽ ഓഡിറ്റില് പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ട്. പിന്നെന്താണ് ഇഗ്നോറൻസ് ഓഫ് വാല്യൂ ഓഫ് മെഡിക്കൽ ഓഡിറ്റ് ബൈ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന് മെഡിക്കൽ ഓഡിറ്റിന്റെ വാല്യൂ മൂല്യം എന്താണെന്ന് അറിയാത്തത് മൂലം ചില ഹോസ്പിറ്റലുകൾ എന്താണ് മെഡിക്കൽ ഓഡിറ്റ് ഒന്നും നല്ല രീതിയിൽ തയ്യാറാക്കിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ മെഡിക്കൽ റെക്കോർഡ്സ് ഒക്കെ. അപ്പോ മെഡിക്കൽ റെക്കോർഡ്സ് ഒക്കെ നല്ല രീതിയിൽ തയ്യാറാക്കാത്തത് മൂലം മെഡിക്കൽ ഓഡിറ്റ് ചെയ്യുമ്പോൾ അത് ചെയ്യാൻ പറ്റുമോ നമുക്ക് നല്ല രീതിയിൽ? ഇല്ല. അപ്പോ എന്താണ് ഇവിടെ ചില ഹോസ്പിറ്റലുകള് നല്ല രീതിയിൽ അല്ലെങ്കിൽ മെഡിക്കൽ ഓഡിറ്റ് തയ്യാറാക്കുന്നതിന്റെ വാല്യൂ അറിയുന്നുണ്ടാവില്ല. അതുകൊണ്ടും എന്താണ് മെഡിക്കൽ ഓഡിറ്റില് പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഈ മെഡിക്കൽ ഓഡിറ്റ് ചെയ്യുമ്പോ ഗുണനിലവാരം ഇല്ലാത്തതാവുമ്പോ എന്താണ് നമ്മ പറഞ്ഞിട്ടുള്ള സ്റ്റാൻഡേർഡ്സിൽ ആ ഹോസ്പിറ്റലിന് എത്താൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ടാണ് ഇതെന്ന് പറയുന്നത് ഹോസ്പിറ്റലുകൾക്ക് ഇങ്ങനെ നല്ല രീതിയിൽ മെഡിക്കൽ ഓഡിറ്റ് ചെയ്യുന്നതിന്റെ വാല്യൂ അറിയണം എന്ന് പറയുന്നത്. കിട്ടിയോ? ഇനി എന്താണ് സപ്രഷൻ ഓഫ് ഫാക്ട്സ് ആൻഡ് റോങ് റിപ്പോർട്ടിംഗ്. സപ്രഷൻ ഓഫ് ഫാക്ട്സ് ആൻഡ് റോങ് റിപ്പോർട്ടിംഗ് എന്താണ്? നമ്മൾ ഓഡിറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ചില കാര്യങ്ങളൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യണം അല്ലെ? അപ്പൊ ആ റെക്കോർഡ് ചെയ്യുമ്പോൾ സപ്രഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സപ്രഷൻ അടിച്ചമർത്തുക കേട്ടോ, അടിച്ചമർത്തുക. സപ്രഷൻ മീൻസ് അടിച്ചമർത്തുക. അടിച്ചമർത്തുക. അപ്പോ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ പറയുന്നത്? തെറ്റായ കാര്യം കൂട്ടിച്ചേർക്കുകയും ശരിയായത് എഴുതിയിട്ടും ഉണ്ടാവില്ല. അവിടെ ആ റെക്കോർഡ് ഓഡിറ്റ് ചെയ്യുമ്പോ തെറ്റായ കാര്യം കൂട്ടിച്ചേർക്കുകയും ശരിയായ കാര്യം അവിടെ ചേർത്തിട്ടുണ്ടാവില്ല. അതാണ് സപ്രഷൻ ഓഫ് ഫാക്ട്സ് റോങ് റിപ്പോർട്ടിംഗ്. റിപ്പോർട്ട് ചെയ്യുമ്പോ തെറ്റായ കാര്യം അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും, ശരിയായ തൊട്ട് എഴുതിയിട്ടും ഉണ്ടാവില്ല. ഓക്കെ, ക്ലിയർ ആയോ? ഇത്രയുമാണ് പ്രോബ്ലംസ് ഇൻ മെഡിക്കൽ ഓഡിറ്റ്. ഫസ്റ്റ് എന്താണ്? മെഡിക്കൽ റെക്കോർഡ്സ് നല്ല രീതിയിൽ ക്രമീകരിക്കാത്തത് മൂലം പ്രോബ്ലംസ് ഉണ്ടാവുന്നത്. അതുപോലെ എന്താണ് ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ്, അതുപോലെ താഴ്ന്ന നിലവാരത്തിലുള്ള റെക്കോർഡ്സ് കീപ്പ് ചെയ്തത് മൂലം പ്രോബ്ലംസ് ഉണ്ടാവുന്നുണ്ട്. ഇനി എന്താണ് മെഡിക്കൽ സ്റ്റാഫുകൾക്ക് മെഡിക്കൽ ഓഡിറ്റ് അല്ലെങ്കിൽ മെഡിക്കൽ റെക്കോർഡ്സ് ചെയ്യുന്നതിന്റെ മോട്ടിവേഷൻ കൊടുക്കാത്തത് മൂലം. പിന്നെന്താണ് ചില ഹോസ്പിറ്റലുകൾക്ക് മെഡിക്കൽ ഓഡിറ്റ് ചെയ്യുന്നതിന്റെ വാല്യൂ അറിയാത്തത് മൂലം പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ ചില നമ്മള് ഓഡിറ്റ് ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് വെക്കണം. ആ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് വെക്കുമ്പോൾ അതിനകത്ത് ശരിയായിട്ടുള്ളതൊട്ടും എഴുതിയിട്ടും ഉണ്ടാവില്ല, തെറ്റായത് കൂട്ടിച്ചേർത്ത് എഴുതി വെച്ചിട്ടുണ്ടാകും. അങ്ങനെയുള്ള കാര്യങ്ങളാണ് സപ്രഷൻ ഓഫ് ഫാക്ട്സ് ആൻഡ് റോങ് റിപ്പോർട്ടിംഗ്. ക്ലിയർ ആയോ? വായിച്ചു നോക്കിയൊന്ന്. ഓക്കെ ആണ്. ഈ ലാസ്റ്റ് നമ്മുടെ ഓഡിറ്റ് ചാപ്റ്ററിന്റെ ലാസ്റ്റ് കണ്ടന്റ്, ലാസ്റ്റ് പോർഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. കണ്ടന്റ്സ് ഓഫ് ആൻഡ് ഓഡിറ്റ് റിപ്പോർട്ട്. എന്തൊക്കെ കണ്ടന്റുകളാണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ ഉണ്ടാകുന്നത്? എന്തൊക്കെയാണ്? ബാക്ക്ഗ്രൗണ്ട് അല്ലെ? നമ്മൾ ഓരോ പ്രൊജക്ട് റിപ്പോർട്ട് എഴുതുമ്പോഴൊക്കെ എന്താണ് ബാക്ക്ഗ്രൗണ്ട്സ് ഉണ്ടാവാറുണ്ട്. ഫസ്റ്റ് കണ്ടന്റ് ആണ് ബാക്ക്ഗ്രൗണ്ട്. അതുപോലെ തന്നെ ലിറ്ററേച്ചർ റിവ്യൂ. ഇതിനെ കുറിച്ചാണ് നമ്മളിപ്പോ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഓഡിറ്റ് റിപ്പോർട്ട് എഴുതുന്നത്. അതിന്റെ കുറച്ച് റിവ്യൂ നിങ്ങൾ കണ്ടിട്ടില്ലേ? റിവ്യൂ ബുക്കൊക്കെ തയ്യാറാക്കുമ്പോൾ നിങ്ങൾ അതിനകത്ത് ഇപ്പൊ പോയതിന്റെ റിവ്യൂ അതൊക്കെ ഉണ്ടാവില്ലേ? എന്താണ് ഉൾക്കൊള്ളുന്നത് എന്നുള്ള കാര്യം, അങ്ങനെയുള്ള കാര്യം കേട്ടോ, ലിറ്ററേച്ചർ റിവ്യൂ. ഇനി എന്താണ്? ക്രൈറ്റീരിയ ആൻഡ് സ്റ്റാൻഡേർഡ്സ് അല്ലെ? മാനദണ്ഡങ്ങളും സ്റ്റാൻഡേർഡ്സും ഉണ്ടാവും. മെത്തേഡ്സ് ഓഫ് പ്രോട്ടോകോൾസ് യൂസ്ഡ്. എന്തൊക്കെ മെത്തേഡ്സ് ആണ്? ഏതൊക്കെ മെത്തേഡ്സ് നമ്മൾ പഠിച്ചിട്ടില്ലേ? ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ ഉള്ള മെത്തേഡ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുന്നത്. എന്തൊക്കെ മെത്തേഡ്സ് വഴിയാണ് ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ ചെയ്യേണ്ടത്? അങ്ങനെയുള്ള മെത്തേഡ്സ്. പിന്നെ എന്താണ്? റിസൾട്ട് അല്ലെ? ഓഡിറ്റ് മൂലം എന്താണ് റിസൾട്ട് കിട്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെ റിസൾട്ട് ഉണ്ടായി, റിസൾട്ടുകൾ ഉണ്ടായി. സ്റ്റാൻഡേർഡ്സ് നമ്മുടെ ഹോസ്പിറ്റലിലെ നിലവാരം കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ. എന്താണ് റിസൾട്ട് എന്നുള്ളത് അതിനകത്ത് ഉണ്ടാവും. പിന്നെന്താണ്? റെക്കമെൻഡേഷൻസ് ഫോർ ചേഞ്ചസ്. നമ്മൾ ചേഞ്ചസ് വരുത്തേണ്ട കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടാവും. റെക്കമെൻഡേഷൻസ് ഫോർ ഫർദർ ഓഡിറ്റ്. ഇനിയും ഓഡിറ്റ് തയ്യാറാക്കേണ്ടതുണ്ടെങ്കിൽ
അതിനെ കുറിച്ചുള്ള ആവശ്യകത, ഓഡിറ്റ് തയ്യാറാക്കേണ്ടതുണ്ടോ, റീ ഓഡിറ്റ് നടത്തേണ്ടതുണ്ടോ, അതിന്റെ ആവശ്യകത എന്താണ് എന്നുള്ളതും അതിനകത്ത് ഉണ്ടാകും. ഇത്രയും കാര്യങ്ങളാണ് കണ്ടന്റ്സ് ഓഫ് ആൻ ഓഡിറ്റ് റിപ്പോർട്ടിലുള്ളത്. ഫസ്റ്റ് ബാക്ക്ഗ്രൗണ്ട്, പിന്നെ എന്താണ് ലിറ്ററേച്ചർ റിവ്യൂ, അതുപോലെ ക്രൈറ്റീരിയ, മാനദണ്ഡങ്ങളും സ്റ്റാൻഡേർഡ്സും ഉണ്ടാവും, മെത്തേഡ്സ് ഉണ്ടാവും, അതുപോലെ റിസൾട്ട്, നമ്മൾ ഓഡിറ്റ് തയ്യാറാക്കിയിട്ട് എന്ത് റിസൾട്ട് ആണ് ഉണ്ടായത് എന്നുള്ളത് അതിനകത്ത് ഉണ്ടാവും. പിന്നെ എന്തെങ്കിലും നമ്മൾ മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ടോ എന്നുള്ള റെക്കമെൻഡേഷൻസും കാര്യങ്ങളും ഉണ്ടാവും. പിന്നെ എന്താണ് ഫർദർ ഓഡിറ്റ് ചെയ്യാനായിട്ടുള്ള റെക്കമെൻഡേഷൻസ്, അല്ലെ, ഈ ഓഡിറ്റ് നമ്മൾ ചെയ്യേണ്ടത്, റീ ഓഡിറ്റ് ചെയ്യേണ്ട ആവശ്യകതയുണ്ടോ എന്നുള്ളതിനെ കുറിച്ചും അതിനകത്ത് വിശദീകരിച്ചിട്ടുണ്ടാകും. ഓക്കെയോ, മനസ്സിലായോ? ഇത്രയും കാര്യങ്ങള് ഇതോടുകൂടി നമ്മുടെ ചാപ്റ്റർ തീർന്നു കേട്ടോ. ചാപ്റ്റർ അവസാനിച്ചു. ക്ലിയർ ആയോ? ഓക്കെ ആണ്. ഓഡിറ്റില് പ്രധാനമായിട്ടും നോക്കേണ്ട കുറച്ച് പോയിന്റ്സ് പറഞ്ഞു തരാം കേട്ടോ മിസ്. ഫസ്റ്റ് 2 ഡെഫിനിഷൻ നോക്കണം കേട്ടോ. നമ്മൾ പറഞ്ഞില്ലേ ഫസ്റ്റ് 2 ഡെഫിനിഷൻ നോക്കാം. അതുപോലെ ഇന്റേണൽ ഓഡിറ്റ് ആൻഡ് എക്സ്റ്റേണൽ ഓഡിറ്റ് എന്താണെന്ന് പഠിച്ചു വെക്കാം. മെഡിക്കൽ ഓഡിറ്റ് എന്താണെന്ന് പഠിക്കാം, ക്ലിനിക്കൽ ഓഡിറ്റ് പഠിക്കാം, ഓർഗനൈസേഷണൽ ഓഡിറ്റ് പഠിക്കാം. ഓക്കെ, ഡെഫിനിഷൻ ചോദിക്കാം കേട്ടോ ഓരോന്നിന്റെ. അതുപോലെ തന്നെ മെത്തേഡ്സ് യൂസ്ഡ് ഇൻ ഓഡിറ്റ് ഇത് നോക്കാം, ജസ്റ്റ് ഒന്ന് നോക്കാം. ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ്, കൺകറന്റ് ഓഡിറ്റ് ഉണ്ട്, റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റ് ഉണ്ട്. ഇപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ. എക്സ്റേ സംബന്ധമായിട്ടുള്ളത്, അതുപോലെ ഗൈനക്കോളജി സംബന്ധമായിട്ടുള്ളതൊക്കെ പഠിച്ചില്ലേ കുറച്ച് കാര്യങ്ങള്? ഓർമ്മയുണ്ട് ഇപ്പൊ പഠിച്ച കാര്യങ്ങള്? അതൊന്ന് നോക്കാം കേട്ടോ. ക്ലിനിക്കൽ ഓഡിറ്റിന്റെ ടൈപ്സ് ആണ്, അതൊന്ന് നോക്കി വെക്കാം. മെയിൻ ആയിട്ട് കൺകറന്റ് ഓഡിറ്റ് എന്താണ്, റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റ് എന്താണെന്നുള്ളത് ക്വസ്റ്റ്യൻ വരും. അതിന്റെ കൂടെ തന്നെ മറ്റേത് കൂടി ഒന്ന് നോക്കി വെക്കാം. പർപ്പസ് ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കാം കേട്ടോ. പിന്നെ കമ്മിറ്റിയില്, മെഡിക്കൽ ഓഡിറ്റ് കമ്മിറ്റിയിൽ ആരൊക്കെ ഉണ്ടാവും എന്നുള്ളത്. പിന്നെ സ്റ്റേജസ് എന്തായാലും പഠിക്കണം. സ്റ്റേജസ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ്, അതിനകത്ത് 3 സ്റ്റേജസില് ഡയഗ്രാംസ് എന്തായാലും ഉറപ്പാണ്, ക്വസ്റ്റ്യൻ ഉറപ്പാണ്, എന്തായാലും വരും. ഇത് പഠിച്ചു വെക്കാം. 3 ഡയഗ്രാംസും പഠിച്ചു വെക്കാം. അതുപോലെ തന്നെ 6 സ്റ്റേജ് വരെയും പഠിച്ചു വെക്കണം കേട്ടോ, എന്താണെന്നുള്ളത് ഓരോന്നിന്റെ. ഇപ്പൊ മേക്കിംഗ് ഇംപ്രൂവ്മെന്റ്സ്, ഇതിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട്, പോയിന്റ്സുകൾ പഠിച്ചു വെക്കാം, എന്താണെന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കാം. അതുപോലെ റോൾസ് ഒന്ന് വായിച്ചു വെക്കാം, ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി. റോൾസ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പിന്നെ അഡ്വാൻറ്റേജസ് ഒന്ന് നോക്കാം വെറുതെ. പ്രോബ്ലംസ്, പിന്നെ കണ്ടന്റ്സ് നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓപ്ഷനിൽ കാണുമ്പോൾ കറക്റ്റ് ആയിട്ട് നിന്ന് അറിയാൻ പറ്റും. കണ്ടന്റ്സ് നമുക്കറിയാം, നമ്മൾ പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ളവരായതുകൊണ്ട് അറിയാൻ പറ്റും. ഓക്കെ, ഓഡിറ്റിന്റെ വേറെയാണ്, എന്നാലും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ. വേറെ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഓക്കെ അല്ലേ ഓഡിറ്റ്? ഇതോടുകൂടി നമ്മുടെ ചാപ്റ്റർ അവസാനിച്ചു കേട്ടോ. ഓക്കെ, ന്യൂസ് എടുക്കാൻ പോകുന്നത് ഹൗസ് കീപ്പിംഗ് ആണ്. ഓക്കെ, താങ്ക് യു. PDF ഒക്കെ എല്ലാവരുടെ കയ്യിലില്ലേ മക്കളെ? ഇല്ലെങ്കിൽ എടുത്ത് വെച്ചോളൂ കേട്ടോ. താങ്ക് യു.